ഹായ് ഓൾ, നമസ്കാരം. ഞാൻ സുബിൻ സുബകൻ. എമിനന്റ് ബി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാത്സിലെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഏതാണ് ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് ലാഭവും നഷ്ടവും എന്നുള്ളത് വളരെ ലളിതമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ ലളിതമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മുടക്കുമുതൽ അതിനെ നമുക്ക് എന്താണ് കോസ്റ്റ് പ്രൈസ് എന്നും വിറ്റതിനെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്നും പറയാം. ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ള കാര്യം പറയുന്നു. ഇപ്പൊ പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? വലുതായിരിക്കും. ലോസ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? വലുതായിരിക്കും. അത്രയും കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അത്രയും കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. ഇതേ രീതി തന്നെയാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴത്തെ കാര്യവും പറയുന്നത്. ഇനി മറ്റൊരു കേസ് നോക്കിയേ. പ്രോഫിറ്റ് ലോസ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ്? പ്രോഫിറ്റിന്റെയും ലോസിന്റെയും വ്യത്യാസമാണ് ഏതിനെ തീരുമാനിക്കുന്നത്? പ്രോഫിറ്റിന്റെയും ലോസിന്റെയും വ്യത്യാസം എന്നല്ല, കോസ്റ്റ് പ്രൈസിന്റെയും സെല്ലിംഗ് പ്രൈസിന്റെയും വ്യത്യാസമാണ് ലാഭമോ നഷ്ടമോ നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യവും ലോസ് പേഴ്സൻറ്റേജ്, ഓക്കെ, ലാഭശതമാനവും നഷ്ടശതമാനവും നമ്മൾ പറയും. അപ്പൊ ഈ ലാഭശതമാനം നഷ്ടശതമാനം എന്നുള്ള കേസ് വരുമ്പോൾ നമ്മൾ ഓർക്കുക, ലാഭവും നഷ്ടവും എന്തിനെ അടിസ്ഥാനമാക്കിയാ പറയുന്നത്? കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കിയാ പറയുന്നത് അല്ലെ. ലാഭവും നഷ്ടവും എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ ഓർക്കുക, കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കുമ്പോൾ ഇതിന്റെ വ്യത്യാസം മുകളിലും താഴെ എന്തും വരണം? CP, കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ലാഭമാണോ നഷ്ടമാണോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിന്റെ ശതമാനം കാണുന്നത് എപ്പോഴും എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? മുടക്കുമുതൽ അഥവാ CP. അപ്പോൾ ലാഭം ഓർ നഷ്ടം മുകളിൽ ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100, അതിന്റെ ശതമാനമായി. അപ്പൊ ഇങ്ങനെ വളരെ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. വളരെ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഏതായാലും നമുക്ക് അതിന്റെ 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ? നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? എ മാൻ ബോട്ട് എ റേഡിയോ ഫോർ 800. അയാൾ എന്ത് ചെയ്തു? 800 രൂപയ്ക്ക് ഒരു റേഡിയോ വാങ്ങി. അത് കൂടാതെ തന്നെ സ്പെൻഡ് 400. സ്പെൻഡ് എന്ത് ചെയ്തു? 400. ദെൻ ഹി സോൾഡ് ഇറ്റ് ഫോർ 1500. ഹിസ് ഗെയിൻ പേഴ്സൻറ്റേജ്. അപ്പോൾ ഇയാളെ ലാഭം എത്രയാണെന്നാ ചോദിച്ചത്. ഇവിടെ ഇയാള് വാങ്ങിയത് CP എന്ന് പറയുന്നത് 800 രൂപയാണെങ്കിലും ഇയാൾ എത്ര രൂപയും കൂടി ഇതിന്റെ കൂടെ മുടക്കിയിട്ടുണ്ട്? 400 രൂപയും കൂടെ. അപ്പൊ ഇയാളുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് എന്താണ്? 1200 ആണ്. ഇയാളുടെ മുടക്കുമുതൽ ഒരു റേഡിയോയ്ക്ക് വേണ്ടി ഇയാൾ മുടക്കിയിരിക്കുന്നത് 800 രൂപ വാങ്ങാനും കൂടാതെ 400 രൂപയും. ചുരുക്കം പറഞ്ഞ 1200 രൂപയാണ് അയാൾ എന്ത് ചെയ്തത്? റേഡിയോയ്ക്ക് വേണ്ടി അയാൾ മുടക്കിയത്. അപ്പൊ ഇയാളുടെ സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയായിരുന്നു? ഇയാള് 1500 രൂപയ്ക്ക് വിറ്റു. അപ്പം സെല്ലിംഗ് പ്രൈസ് അല്ലേ വലുതെന്ന് പറയുന്നത്? അപ്പൊ എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ വ്യത്യാസം 1500 മൈനസ് 1200 എത്രയാണ്? 300 രൂപയാണ് ഇയാളുടെ എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? പ്രോഫിറ്റ് അഥവാ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഗെയിൻ. അപ്പൊ ഇവിടെ നോക്കിയേ, അതിന്റെ ശതമാനമല്ലേ ചോദിച്ചിരിക്കുന്നത്? 300 ശതമാനമല്ലേ. അപ്പോ ഗെയിൻ പേഴ്സൻറ്റേജ് അഥവാ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ലാഭം മുകളിൽ പ്രോഫിറ്റ് മുകളിൽ ഡിവൈഡഡ് ബൈ അടിയിൽ എന്താ? വാങ്ങിയ വില അല്ലെങ്കിൽ ഇയാൾക്ക് മുടക്കിയ വില 1200 ഇൻറ്റു എത്ര വരും? 100. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങ് വെട്ടി, ഇവിടെ ഇങ്ങനെ വെട്ടിയപ്പോ 4 വെട്ടി. അപ്പൊ എത്ര വന്നു? 25%. അയാളുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അപ്പൊ എത്രയാണ്? 25% അല്ലേ. എത്രയാണ്? 25%. ഇങ്ങനെ വളരെ ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ? ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും കണ്ടുപിടിക്കാൻ വളരെ ലളിതമായ മാർഗങ്ങളാണുള്ളത്. നമ്മൾ എല്ലാവരും പറയും ഇതിന് കുറേ അധികം ഇക്വേഷൻസ് പഠിക്കാനുണ്ട് എന്നൊക്കെ പറയും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിന് അങ്ങനൊന്നുമില്ല. അതിന്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതേപോലെ തന്നെ അടുത്ത് നോക്കിയിട്ട് ബൈ സെല്ലിംഗ് എ ടേബിൾ ഫോർ 350 ഇൻസ്റ്റെഡ് ഓഫ് 400, ലോസ് പേഴ്സൻറ്റേജ് ഇൻക്രീസ്ഡ് ബൈ 5%. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ടേബിൾ. എന്തുവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്?
ശ്രദ്ധിച്ചു നോക്കിയേ, ഈ 400 രൂപയ്ക്ക് പകരം 350 രൂപയ്ക്ക് വിറ്റപ്പോൾ ലാഭശതമാനം എത്രയായി? 5 ഇൻക്രീസ് ചെയ്തു. ലാഭശതമാനം എന്ത് ചെയ്തു? 5 ഇൻക്രീസ് ചെയ്തു. അപ്പൊ 5% ലാഭം, സോറി, ലാഭമല്ല, നഷ്ടം, സോറി, നഷ്ടം. നഷ്ടശതമാനം എന്ത് ചെയ്തു? 5% കൂടി. നഷ്ടശതമാനം, അപ്പൊ നഷ്ടമാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, 400 രൂപയ്ക്ക് വിൽക്കേണ്ടതിന് പകരം 350 അല്ലേ? അപ്പൊ എസ് പിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, എത്രയാണ്? 400 മൈനസ് 350 ആണ് അല്ലേ? ഏതാണ്? 50 രൂപയാണ്. ഈ 50 എന്ന് പറയുന്നത് സി പിയുടെ എത്ര ശതമാനമാണ്? 5%. നോക്കിയേ, 5%ആണ് നഷ്ടം എന്ന് വെച്ചാൽ സി പിയുടെ 5%ആണ്. ആ ഒരു സംഭവം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നോക്കിയേ, 50 ഈക്വൽ ടു സി പി ഇൻറ്റു 5/100. ഇതാണ് സംഭവം. അപ്പൊ സി പി ഇസ് ഈക്വൽ ടു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 50 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 5. വെട്ടിക്കളഞ്ഞു, എത്ര വന്നു? 1000. അപ്പോ ഇവിടുത്തെ സി പി എത്ര രൂപയാണ്? 1000 രൂപയാണ്. എത്ര രൂപയാണ്? 1000 രൂപ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വളരെ ലളിതമാണ്. 400 രൂപയ്ക്ക് വിൽക്കേണ്ടതിന് പകരം 350 രൂപയ്ക്ക് വിറ്റപ്പോൾ ഇയാൾക്ക് 5% നഷ്ടം സംഭവിച്ചു. നഷ്ടം എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയ? സി പി അടിസ്ഥാനമാക്കിയല്ലേ? അപ്പൊ ഈ നഷ്ടം 50 രൂപ എന്ന് പറയുന്നത് സി പിയുടെ എത്ര ശതമാനമാണ്? 5%. അത് അതേപോലെ തന്നെ എഴുതി, 50 ഈക്വൽ ടു സി പി ഇൻറ്റു 5/100. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു, സി പി ഒരു സൈഡിലോട്ട് വെച്ചു. അപ്പൊ എത്ര? 50 ഇൻറ്റു 100/5. വെട്ടി ചെയ്തു, 1000. ശുഭം. സംഭവം തീർന്നു. അപ്പൊ ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ എളുപ്പം എന്നുള്ള രീതിയാണെങ്കിലും ചെയ്യാനും എളുപ്പം തന്നെയാണേ. ചെയ്യാനും എന്താണ്? എളുപ്പം തന്നെ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കിയത്, ഇഫ് ഐ വുഡ് ഹാവ് പർച്ചേസ്ഡ് 11 ആർട്ടിക്കിൾസ് ഫോർ 10 rupee ആൻഡ് സോൾഡ് ഓൾ ദ ആർട്ടിക്കിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 ആർട്ടിക്കിൾസ് ഫോർ 11 rupee. 11 ആർട്ടിക്കിള് 10 രൂപയ്ക്ക് വാങ്ങിക്കുകയും 10 എണ്ണം 11 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തപ്പോൾ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് വുഡ് ഹാവ് ബീൻ, പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എത്ര ആണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, അപ്പോ 11 സാധനത്തിന് എത്ര രൂപയായിരുന്നു? 10 രൂപയല്ലേ? അപ്പോ 11 എണ്ണത്തിന്റെ സി പി എന്ന് പറയുന്നത് 10 രൂപയാണെങ്കിൽ ഒരെണ്ണത്തിന്റെ വില എത്രയാണ്? 10/11 ആയിരിക്കും അല്ലേ? ഓക്കെ ആണല്ലോ? എത്രയാണ്? 10/11. അപ്പോ എസ് പി എന്ന് പറയുന്നത് 11 എണ്ണത്തിന്റെ എസ് പി എന്ന് പറയുന്നത്, സോറി, 10 എണ്ണത്തിന്റെ എസ് പി എന്ന് പറയുന്നത് 11 ആവുകയും ഒരെണ്ണത്തിന്റെ എസ് പി എന്ന് പറയുന്നത് 11/10 ആണ് അല്ലേ? തിരിച്ചു മറിച്ചു അല്ലേ വന്നിരിക്കുന്നേ? ഓക്കെ ആണല്ലോ? തിരിച്ചു മറിച്ചു അല്ലേ വന്നിരിക്കുന്നേ? അപ്പൊ ഏതാണ്? ലാഭത്തിന്റെ കേസ് അല്ലേ ഇവിടെ പറഞ്ഞ? ഒരെണ്ണമല്ലേ ലാഭം? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരെണ്ണത്തിന്റെ കേസ് അല്ലേ ലാഭം വന്നത്? അപ്പൊ ഓർത്ത് നോക്കിയേ, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 11/10 മൈനസ് 10/11. അത് ബാക്കി ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഞാൻ പറയാം. 11 എണ്ണത്തിന്റെ സി പി ആണ് 10. അപ്പൊ ഒരെണ്ണത്തിന്റെ സി പി 10/11. 10 എണ്ണത്തിന്റെ എസ് പി ആണ് 11. അപ്പൊ ഒരെണ്ണത്തിന്റെ എസ് പി എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് 11/10. അപ്പൊ അവിടെ പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ 11/10 മൈനസ് 10 ഇതെന്താണ്? എസ് പി. ഇതെന്താണ്? സി പി. ആ ഒരു പരിപാടിയാണ്. ഇനി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 121 മൈനസ് 100 എത്രയാണ്? 110. ഓക്കെ ആണല്ലോ? അപ്പോ 21/110 എത്രയാണ്? 21/110. ഓക്കെ അല്ലേ? ഇതെന്താണ്? പ്രോഫിറ്റ് ആണല്ലേ? നോക്കിയേ, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 21/110 ആണ്. ചോദ്യം എന്താണ്? പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് അല്ലേ? ചോദ്യം എന്താണ്? പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് അല്ലേ? അപ്പൊ നോക്കിയേ, പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ഇസ് ഈക്വൽ ടു, പ്രോഫിറ്റ് ഇതാണ്, ഡിവൈഡഡ് ബൈ എത്രയാ? 10/11 ഇൻറ്റു 100. ശ്രദ്ധിച്ചേ, ഇത് പ്രോഫിറ്റ്, ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, ഇതെന്ന് പറയുന്നത് സി പി ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് ഇത് മേളിൽ പോകുമ്പോൾ 2200/110
ഇൻറ്റു ഇത് തിരിച്ചിടുന്നു 11/10. അപ്പോൾ ഇത് ഇങ്ങനെ വെട്ടി, ഇത് ഇവിടെ വെട്ടി, ഇത് രണ്ടും ഇവിടെ വെട്ടി. അപ്പോൾ എത്രയായി? 21%. എത്രയാണ്? 20. എടേ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല. ആദ്യമേ ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഇതിന്റെ ന്യൂമറേറ്റർ ആണ്, ഇതിനെ ഇൻറ്റു ചെയ്ത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കല്ലേ. അപ്പോൾ നോക്കിയേ 21/110 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എത്രയാണ്? 10/11. ഇതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? 2100/1110 ഇൻറ്റു 11/10 തിരിച്ചെഴുതിയത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെട്ടി, ഇതിവിടെ വെട്ടിക്കപ്പോൾ 21 ഫ്രീ ആയി. അപ്പോൾ എത്രയാണ്? 21%. അപ്പോൾ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 21%. ഓക്കെ ആണല്ലോ? അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സിമ്പിളാണ്. സിമ്പിളായിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? ചിന്തിക്കാവുള്ളൂ. അടുത്ത് നോക്കിയടേ ദ ലേബിൾഡ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. എ ലേബിൾഡ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് 750. ലേബിൾഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കുക, അതെന്താണ്? MRP ആണ്. MRP എത്രയാണ്? 750. അപ്പൊ ലേബിൾഡ് പ്രൈസ് അഥവാ MRP എന്ന് പറയുന്നത് 750. ഇതിന്റെ 20% രൂപയ്ക്ക് എന്ത് ചെയ്തു? 20% ഡിസ്കൗണ്ട് കൊടുത്തു. ഏതിന്റെയാ? ഈ 750ന്റെ എത്ര ശതമാനമാണ്? 20% ഡിസ്കൗണ്ട് നൽകി. അപ്പോൾ ഈ 25% അയാൾക്ക് എന്താണ്? ലാഭമാണ്. 25% എന്താണ്? ലാഭം. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് 750ന്റെ 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 80/100. ഇതാണല്ലേ ഏത്? ഇതിന്റെ സെല്ലിംഗ് പ്രൈസ്. ഇതാണ് ഇതിന്റെ ഏത്? സെല്ലിംഗ് പ്രൈസ്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? MRPയിൽ നിന്നും വിറ്റ വില കുറയ്ക്കുന്നതാണ് ഏത്? ഡിസ്കൗണ്ട്. നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ലേബൽ ചെയ്തിരിക്കുന്ന പ്രൈസിൽ നിന്നും കുറവ് വരുമ്പോഴല്ലേ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് വെട്ടിക്കളഞ്ഞപ്പോൾ എത്ര വന്നു? 600 രൂപയാണ് ഏതെന്ന് പറയുന്ന SP 600 രൂപയാണ് കേട്ടോ. അതായത് CPയുടെ എത്ര ശതമാനമാണ്? CPയുടെ 25% ഏത്? ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാ? 25% അല്ലേ? പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് 25% അല്ലേ? അപ്പൊ CP എന്ന് പറയുമ്പോൾ നോക്കിയടേ 25% കൂടുതലാ. അതായത് നമ്മുടെ 25% കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125% കേട്ടോ. അപ്പോ ഇതിന്റെ എത്ര ശതമാനം? 125% കണ്ടുപിടിക്കാം. ആ ഒരു റേഞ്ചാണ്. 125/100 ആണ് ഏത്? 600 എന്ന് പറയാം. ഓക്കെ ആണല്ലോ? CPയുടെ 125%, അതായത് 25% ലാഭം എന്ന് പറയുമ്പോൾ CPയുടെ ഇത്രയും കൂടെ കൂടി. അപ്പോ നമുക്കൊന്ന് നോക്കാം. CP = എത്ര വരുന്നുണ്ട്? 600 × 100/125. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങ് വെട്ടി, ഇത് 4 വന്നു, ഇത് എത്ര വന്നു? 5 വന്നല്ലേ? അപ്പൊ ഇവിടെ എത്ര വന്നുണ്ട്? 12 120. അപ്പോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 480. എത്രയാണ്? 480. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് തന്നെ ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അത് ലേബിൾഡ് പ്രൈസ് ആണ്, മാർക്കറ്റ് പ്രൈസ് ആണ്, ആ പ്രോഡക്റ്റിന്റെ മേളിലുള്ളതാണ്. പിന്നെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പോയി വാങ്ങിക്കുമ്പോൾ കടക്കാരൻ തരുന്ന സെല്ലിംഗ് പ്രൈസ്. പക്ഷെ ഈ കടക്കാരനൊരു ലാഭം അതിനകത്തുണ്ടല്ലോ, അതാണ് 25%. അപ്പൊ ആ കോസ്റ്റ് പ്രൈസിന്റെ 25% ഇയാള് വിറ്റ വില, അതായത് 600. ആ ലെവലിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ചിന്തിക്കേണ്ടത്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. പോകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നത്? എ ഷോപ്പ് കീപ്പർ സെല്ല് എ TV set on discount 8% of printed price and gains 25% and gain 25% if the print price was 20,000. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്?
ആ ഷോപ്പ് കീപ്പർ അത് ഒരു TV സെറ്റ് സെല്ല് ചെയ്തു. എത്ര ശതമാനത്തിനാണ്? 8% ഡിസ്കൗണ്ടില് 8% ഡിസ്കൗണ്ടില് അത് കൊടുത്തു അല്ലേ? 8% ഡിസ്കൗണ്ടിലാണ് കൊടുത്തത്. അപ്പോ അദ്ദേഹത്തിന് 25% ലാഭവും കിട്ടി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് SP എന്ന് പറയുന്നത് ഏതാണ്? SP എന്ന് പറയുന്നത് ഏതാണ്? സോറി, SP അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഡിസ്കൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഒരു നേരത്തെക്കാളും ഒരു വ്യത്യാസം. ഡിസ്കൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഈ 20,000ന്റെ 8% ഏതെന്ന് പറയുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് 1600 രൂപ. ഇത് ഡിസ്കൗണ്ട് അല്ലേ? അപ്പൊ നോക്കിയേ, ലേബിൾഡ് പ്രൈസ് MRP ആയ 20,000 ഉണ്ടല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു? 1600 കുറച്ചു. 004 അപ്പൊ എത്ര വന്നു? 81. അപ്പോ ഇയാളുടെ SP എന്ന് പറയുന്നത് 18,400. നേരത്തെ ചെയ്ത രീതിയല്ല, തിരിച്ചൊന്ന് മാറ്റി ചെയ്തു. അത്രയും മാത്രമേ ഉള്ളൂ. തിരിച്ചൊന്ന് മാറ്റി ചെയ്തു. അല്ല വേറെ പരിപാടി ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ചെയ്തിട്ടില്ല. ക്ലിയർ ആണല്ലോ? ഇനി CP എന്ന് പറയുന്നത് എത്രയാണ്? 25% ലാഭമല്ലേ? അതായത് ഇതിന്റെ 125/100, 125% ഏതെന്ന് പറയുന്നത്? 18,400 എന്ന് പറയുന്നത്. അപ്പോൾ CP = 18,400 ഇൻറ്റു എത്ര വരുന്നുണ്ട്? 100. ഓക്കെ ആണല്ലോ? ഇൻറ്റു 100/125. അപ്പോൾ ഇത് ഇങ്ങനെ വെട്ടി, ഇത് 4, ഇത് എത്ര വന്നു? 5. 4, 5. അപ്പോൾ ഇത് ഇങ്ങനെ വെട്ടി 18-നകത്ത് എത്ര തവണയാ? 3 തവണ, 34-നകത്ത് 6 തവണ, 40-നകത്ത് 8, 0 ഈക്വൽ ടു 1, 4, 7, 2, 0. ഓക്കെ, 14,720 രൂപ. അപ്പോൾ ആ TV സെറ്റിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 14,720. ഇത് ലളിതമാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇവിടെ നമ്മൾ ഇച്ചിരി ഒന്ന് ചിന്തിക്കുക. ജസ്റ്റ് എന്തൊക്കെ വന്നു. ഈ ലാസ്റ്റ് 2 എണ്ണത്തിലും ഡിസ്കൗണ്ടിനെ സംബന്ധിച്ചിട്ടാണ് പറഞ്ഞത്. ഡിസ്കൗണ്ടിൽ നിന്നും ഏതിലേക്ക് വന്നു? സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ചു. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടു? CP കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചിട്ടല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഞാനിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് കാണാം. അതുവരെ എന്താണ്? ബൈ ബൈ. വേറൊരു കാര്യം, ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചിന്തിക്കേണ്ട കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, നമസ്കാരം. എമിനന്റ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള മാത്തമാറ്റിക്സിലെ അല്ലെങ്കിൽ മാത്സിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പേഴ്സൻറ്റേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഞാൻ സുബിൻ സുബകൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പേഴ്സൻറ്റേജ് ആണ് കേട്ടോ. പേഴ്സൻറ്റേജ്. അപ്പോൾ ഈ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ, പേഴ്സൻറ്റേജ് അഥവാ ശതമാനം നമ്മൾ 100-ൽ പറയുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 100-ൽ. അപ്പോൾ X% എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എത്രയാണ്? X/100 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. ഞാൻ അത് മാറ്റുന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിയേ, എയുടെ X% എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് A എന്ന നമ്പറിന്റെ ഇൻറ്റു X/100 ആണ്. അപ്പോ ഒരു 100 എന്ന് പറയുന്ന കാര്യം ഓർത്ത് വെക്കുക. 100-ലെ X ഭാഗം, എയുടെ 100-ലെ X ഭാഗം എത്രയാണ് എന്നുള്ള രീതിയാണ് ഇത് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക കേട്ടോ. എയുടെ X%. അപ്പൊ അതേപോലെ തന്നെ മനസ്സിലാക്കണം. നോക്കി, B% എന്ന് പറയുമ്പോൾ A ഇൻറ്റു B% ആണ്. അതിന് A ഇൻറ്റു B/100 എന്ന് എഴുതാം. അപ്പൊ അതിനെ ഇച്ചിരി ഒന്ന് മാറ്റി എഴുതി A/100 = B എന്ന് എഴുതിയാൽ A% B ആണ്. അതായത്
എ ബി പെർസെൻറ്റേജ് എഴുതുന്നതും എ പെർസെൻറ്റേജ് ബി എഴുതുന്നതും എന്താണ്? സെയിം ആണ്. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു അറിവിലേക്ക് പറഞ്ഞു. എപ്പോഴും മനസ്സിലാക്കുക, എക്സ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എക്സ് ബൈ 100 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ഏത് സംഖ്യയുടെ എക്സ് പെർസെൻറ്റേജ് ആണോ അതനുസരിച്ചിട്ട് പറയാം. അപ്പോൾ 100-ൽ എഴുതുന്ന അളവിനെ അല്ലെങ്കിൽ 100-നെ അടിസ്ഥാനമാക്കി എഴുതുന്നതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് എക്സ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ അതെന്താണ്, എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്താവും? ക്ലിയർ ആവും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഏതായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നോക്കിയടെ, A student scores 500% marks in 8 papers of 100 marks each. He scores 15% of his total marks in English. Then how much does he score in English? ഇവിടെ ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് 1 by 1 ആയിട്ട് അങ്ങ് നോക്കാം. ആദ്യത്തെ കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ഒരു സ്റ്റുഡന്റ്, അയാൾക്ക് 55% മാർക്ക് അയാളുടെ 8 സബ്ജക്റ്റിനായിട്ട് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 8 സബ്ജക്റ്റ് എത്രയിലാ? 100-ലാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ 100-ൽ, അപ്പോൾ 8 പേപ്പറിന് 100. അപ്പോൾ 8 പേപ്പറിന്, അതായത് മാക്സിമം മാർക്കിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം മാർക്കിന്റെ കാര്യം പറയുമ്പോൾ 8 പേപ്പർ ഉണ്ട്. എത്ര വെച്ചിട്ടാ? 100 വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ എത്രയാണ്? 800 മാർക്കിലാണ്. ഈ 800 മാർക്കിന്റെ 55%, 55%, ഈ 800 മാർക്കിന്റെ 55%ആണ് ആ കുട്ടി എന്ത് ചെയ്തത്? സ്കോർ ചെയ്തത്. ആ കുട്ടി എന്ത് ചെയ്തത്? സ്കോർ ചെയ്തത്. അപ്പൊ എത്ര കിട്ടി? 8,0,440. ഓക്കെ, 440 കിട്ടി. ഓക്കെ ആണല്ലോ? അയാൾക്ക്, ആ പയ്യന്റെ 8 വിഷയം എത്രയിലാണ്? 100 മാർക്ക് വെച്ചിട്ടാണ്. 8 വിഷയം 100 മാർക്ക് വെച്ചിട്ടായിരുന്നു. അപ്പോൾ എത്രയായിരുന്നു ടോട്ടല്? 800 ആണ്. അതിന്റെ 55%മാണ് ആ സ്റ്റുഡന്റിന് കിട്ടിയ മാർക്ക്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ പയ്യന് കിട്ടിയ മാർക്കിന്റെ, അതായത് ഈ 440 മാർക്കിന്റെ 15%മാണ് ഏത് വിഷയത്തിന് കിട്ടിയത്? ഇംഗ്ലീഷിന് കിട്ടിയത് അല്ലേ? ഇതിന്റെ 15%. ആ പയ്യന് കിട്ടിയ ടോട്ടൽ മാർക്ക്, ആ പയ്യന്റെ ടോട്ടൽ മാർക്ക് 440 അതിന്റെ എത്ര ശതമാനമാണ്? 15% അല്ലേ? അതിന്റെ 15%. അപ്പോ ഇത് ഇങ്ങനെ അങ്ങ് വെട്ടി. അപ്പോ ഇത് വെട്ടിയപ്പോ ഇത് 3, ഇത് 2 വന്നു. ഇത് വെട്ടി 22 അല്ലേ? അപ്പൊ എത്രയായി? 66 മാർക്ക്. ആ പയ്യന് ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക് അപ്പൊ എത്രയാണ്? 66 ഓക്കെ അല്ലേ? അപ്പൊ എത്രയായി ഇവിടെ? അപ്പൊ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ആദ്യം ഇപ്പൊ 2 പെർസെൻറ്റേജ് കണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെ എത്ര? 2 പെർസെൻറ്റേജ് കണ്ടിരിക്കുന്നത്. ആദ്യം ആ പയ്യന് കിട്ടിയ മാർക്ക്, എടുത്തു. പിന്നെ അതിനുശേഷം എന്താണ്? പയ്യന്റെ മാർക്കിന്റെ 15% കണ്ടുപിടിച്ചു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ആൻസറിലേക്ക് എത്തിയത്. ഓക്കെ ആണല്ലോ? അപ്പൊ 66. ദെൻ അതേപോലെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 60% ഓഫ് പീപ്പിൾ ഓഫ് എ സർട്ടൻ വില്ലേജ് ആർ ഇല്ലിറ്ററേറ്റ്. അപ്പോ ഒരു വില്ലേജിലെ 60% ആളുകൾ ഇല്ലിറ്ററേറ്റ് ആണ്. അവിടുത്തെ 28% population, okay, literate population are women ആണ്. If the number of literate man be 4,320, then the total population of village should be. എന്തുവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ 60% ആളുകൾ, ആ ഗ്രാമത്തിലെ 60% ആളുകൾ എന്താണ്? ഇല്ലിറ്ററേറ്റ് ആണല്ലേ? അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ്. അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40% ആളുകൾ എന്ന് പറയുന്നത് ഏതാണ്? ലിറ്ററേറ്റ് ആണല്ലേ? 40% ആളുകൾ ലിറ്ററേറ്റ്. ഈ ലിറ്ററേറ്റ് ഇതിനകത്ത് 28% എന്ന് പറയുന്നത്, ഇതിനകത്ത് 28% ആളുകൾ ഏതാണ്? വുമൺ ആണ്. ഇതിനകത്ത് 28% ആളുകൾ ഏതാണ്? വുമൺ ആണ്. ക്ലിയർ ആണല്ലോ? വുമൺ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമുക്ക്
പോപ്പുലേഷൻ പി ആണെന്ന് വിചാരിച്ചേ. പോപ്പുലേഷൻ പി. ഇതിന്റെ 40% ആളുകൾ എന്ന് പറയുന്നത് എന്താണ്? ലിറ്ററേറ്റ് മെൻ ആണ്. ഓക്കെ, ലിറ്ററേറ്റ് മെൻ അല്ല, ലിറ്ററേറ്റ് പീപ്പിൾ ആണ്. അപ്പൊ ഈ 40%ത്തിന്റെ 28%, 28% ആർക്ക് വരുന്നത്? വുമന് വരുന്നത് അല്ലെ? അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി 72% ആരാണ്? മെന്നാണ് അല്ലെ? 72% മെന്നാണ്. അതാണ്. അപ്പൊ നോക്കിയ പോപ്പുലേഷന്റെ 40% ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. അതിലെ 72% ആളുകൾ എന്ന് പറയുന്നത് മെന്നാണ്. അതാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന 4320. ക്ലിയർ ആണല്ലോ? ഇതാണ് ടോട്ടൽ പോപ്പുലേഷൻ എങ്കിൽ അതിന്റെ 40% ആളുകൾ എന്താണ്? വിദ്യാഭ്യാസം ഉള്ളവര്. അതിനകത്ത് 27% ആളുകളാണ് ഏത്? മാൻ അല്ലെങ്കിൽ ആണുങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ എമൗണ്ട് തന്നു. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? പി ഇവിടെ ഇടുക, ബാക്കി 4, 3, 2 അവിടെ ഇട്ടു, 0 ഇൻറ്റു 100 ഇൻറ്റു 100 നമ്മൾ എന്ത് ചെയ്തു? താഴത്തേത് അപ്പുറത്ത് കൊടുത്തു അല്ലേ? അപ്പൊ ഇവിടെ ഇൻറ്റു 72 ആയിട്ട് പോയി. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് വെട്ടിക്കളഞ്ഞു. ഇനി അടുത്തത് വെട്ടാൻ പറ്റിയോ നോക്കാം. 4 കൊണ്ട് വെട്ടി. 4 കൊണ്ട് വെട്ടിയപ്പോൾ എത്രയായി? 1 0 8 108 ആയല്ലേ? 108 108 കിട്ടി. ഇനി അതേപോലെ തന്നെ ഇതിനെ 9 കൊണ്ടൊന്ന് വെട്ടി നോക്കാം അല്ലെ? അപ്പോൾ ഇവിടെ 8 വന്നു, 108 12 5 15 0. അപ്പൊ എത്രയാണ് ടോട്ടൽ വന്നത്? 15,000. 15,000 എത്രയായി ടോട്ടൽ? ഇപ്പൊ ഇവിടെ നോക്കിയേ, പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന കേസ് ഒന്ന് നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസ് അല്ലേ? നമ്മൾ ഈ തന്നിരിക്കുന്നതിന് നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്തിട്ടുള്ളൂ? സിംപ്ലിഫിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മാറ്റിയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു ചോദ്യം വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. ചോദ്യം വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കേസ് എന്താണ്? 28% ലേഡീസ് ഏതാ? ലിറ്ററേറ്റ് പീപ്പിളിലെ, അതായത് സാക്ഷരത ഉള്ളവരിലെ, അവരിലെ 28% സ്ത്രീകളാണ്. അപ്പോ അതിന്റെ 28 100ൽ നിന്ന് 28 അങ്ങ് മാറിയ പിന്നെ 72 അല്ലേ ഉള്ളൂ. ആ 72% ഏത്? മെന്നിന്റെ അല്ലെ, പുരുഷന്മാർ. അത് വെച്ചിട്ട് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഒറ്റ സ്റ്റെപ്പില് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതി റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താട്ടോ. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഇഫ് ദി റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 4 times. റേഡിയസ് 4 ഇരട്ടി കൂടി. ഏതാ? വാട്ട് വിൽ ബി ദ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ ഏരിയ? പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ ഏരിയയെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് അറിയാം റേഡിയസിനെ നമ്മൾ ആർ എന്ന് വിളിക്കുന്നു. ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ആണല്ലേ? പൈ ആർ സ്ക്വയർ ആണ്. ആദ്യം ഇത് 6 ആണെങ്കിൽ ഇതിന്റെ 4 times ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 times ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയായി? 4R അല്ലേ? അപ്പോ ഫസ്റ്റ് കേസില് റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പോ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് എന്താണ്? സെക്കൻഡ് കേസ് ആണ് അല്ലെ? സെക്കൻഡ് കേസിൽ റേഡിയസ് എന്ന് പറയുന്നത് എത്ര വരുന്നു? 4R, 4 ഇരട്ടി പോയല്ലേ? അപ്പോ എന്താണ്? ഏരിയ എന്ന് പറയുന്നത് പൈ 4R സ്ക്വയർ ആയപ്പോ 16R സ്ക്വയർ പൈ വന്നല്ലേ? 16R സ്ക്വയർ പൈ വന്നു. ക്ലിയർ ആണല്ലോ? ഇനിയാണ് ഇതിനകത്ത് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിന്റെ പേഴ്സൻറ്റേജ് ഓഫ് ഇൻക്രീസ് പേഴ്സൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ താഴെ ആദ്യത്തെ കേസാ വേണ്ടേ? താഴെ എന്താണ്? ആദ്യത്തെ കേസാണ് വരേണ്ടത്. അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ആദ്യത്തെ കേസാ വരേണ്ടത്. അപ്പൊ ആദ്യമേ പൈ ആർ സ്ക്വയർ താഴെ വന്നു. പിന്നെ പേഴ്സൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് 16 പൈ ആർ സ്ക്വയറിൽ നിന്ന് എന്താണ്? ഒരു പൈ ആർ സ്ക്വയർ അങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 15 പൈ ആർ സ്ക്വയർ അല്ലയോ വരുന്നേ? ഇവിടെ ശ്രദ്ധിച്ചേ, പേഴ്സൻറ്റേജ് ഓഫ് ഇൻക്രീസ് ആട്ടോ. പേഴ്സൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ആദ്യം പൈ ആർ സ്ക്വയർ ആയിരുന്നു, അതിപ്പോ എന്തായിട്ട് മാറി? 16 പൈ ആർ സ്ക്വയർ ആയിട്ട് മാറി. അതിന്റെ അർത്ഥം 15 പൈ ആർ സ്ക്വയർ കൂടിയതല്ലേ? 15 പൈ ആർ സ്ക്വയർ കൂടിയതല്ലേ? അപ്പൊ എന്തായി?
15 പൈ ആർ സ്ക്വയർ. അതെന്തിനെ അടിസ്ഥാനമാക്കിയാ പറയേണ്ടത്? ആദ്യത്തെ ഏരിയ. അതെന്തിനെ അടിസ്ഥാനമാക്കിയ? ആദ്യത്തെ ഏരിയ. അപ്പം എന്തിനെ അടിസ്ഥാനമാക്കി? പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിലെ പറയേണ്ട. ആദ്യത്തെ കേസിലെ നമ്മൾ എഴുതി ഇൻറ്റു എന്ത് ചെയ്തു? 100. ഇത് രണ്ടും കൂടെ വെട്ടി. അപ്പൊ എത്രയായി? 1500%. എത്രയാണ്? 1500%. നോക്കിയടേ, ഇവിടെ സിമ്പിൾ ആണ്. ആദ്യത്തെ റേഡിയസ് 6, രണ്ടാമത്തത് 4r, 4 ടൈംസ് കൂടി. ആദ്യത്തെ ഏരിയ എന്ന് പറയുന്ന പൈ ആർ സ്ക്വയർ, രണ്ടാമത്തെ എന്താണ്? 16 പൈ ആർ സ്ക്വയർ ആയി. അപ്പൊ ഇതിന്റെ വ്യത്യാസം, പെർസെന്റേജ് ഓഫ് ഇൻക്രീസ്, ഇതിന്റെ വ്യത്യാസം എത്രയാണ്? 15 ആണ് അല്ലെ? 15 പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ. എന്തിനാണ് ഡിവൈഡ് ബൈ പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു വെച്ചാൽ, പെർസെന്റേജ് പറയുമ്പോൾ എന്തിനെങ്കിലും അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. ഇവിടെ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ കേസ് ഏതാണോ അതാണ്. ഇനിഷ്യൽ കേസ് എന്തായിരുന്നു? ഇനിഷ്യൽ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ അത് ഇൻഡു ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 1500%. 1500%. ഓക്കെ. ദെൻ അതേപോലെ തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അതിനകത്ത് നമ്മൾ ഇന്ന് പറയുന്ന ഏതാണ്? ഇന്നേ ക്ലാസ് എത്ര വന്നിരിക്കുന്നത്? ഇന്നേ ക്ലാസ് ഓഫ് 60 children, 30% children സ്പീക്ക് only ഇംഗ്ലീഷ്. ശ്രദ്ധിച്ചേടെ, only ഇംഗ്ലീഷ് മാത്രമേ പറയത്തുള്ളൂ. 20% സ്റ്റുഡന്റ് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഹിന്ദി ഇംഗ്ലീഷും ഇത് പറയുന്നുണ്ട്. എത്ര പേര്? 20% ആളുകളാണ്. ബാക്കി എന്താണ്? റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ബോത്ത്. ഓക്കെ ആണല്ലോ റെസ്റ്റ്. അപ്പൊ ഇത് ഒന്ന് നോക്കി. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന എന്താണ്? ഹൗ മെനി ചിൽഡ്രൻ ക്യാൻ സ്പീക്ക് ഹിന്ദി എന്നുള്ളതാണ്. ഹൗ മെനി ചിൽഡ്രൻ ക്യാൻ സ്പീക്ക് ഹിന്ദി എന്നുള്ള കേസ് ആണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 60 പേരാണല്ലേ ടോട്ടല്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇംഗ്ലീഷ് മാത്രം, ഉള്ളി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ 60ന്റെ എത്ര ശതമാനം? 30% അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടെ വെട്ടി എത്രയാണ്? 18 പേരാണ്. ഈ 18 പേര് ഓക്കെ ആണല്ലോ. ഇംഗ്ലീഷ് ഒള്ളിയ, ഇവർ ഇംഗ്ലീഷ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സംസാരിക്കുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇംഗ്ലീഷ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സംസാരിക്കുന്നുള്ളൂ. അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി അതേപോലെ തന്നെ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്ന് പറയുന്നത് എത്ര പേരാ? ഈ 60ലെ 20% ആളുകളാണല്ലേ? 60ലെ 20% ആളുകൾ. ഇത് രണ്ടോട് വെട്ടി. അപ്പൊ എത്ര വന്നു? 12 പേര്. ശ്രദ്ധിച്ചു നോക്കിയേ. ഒള്ളി ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഒള്ളി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് 18 പേരും, പ്ലസ് ഇംഗ്ലീഷ് ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ എത്ര പേരാ? 12 പേരുമാണ് അല്ലെ? ചുരുക്കം പറഞ്ഞ ഇത് രണ്ടുകൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? എത്ര കിട്ടി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 30 പേര് കിട്ടി അല്ലേ? അപ്പൊ ഈ 30 പേര് എന്ന് പറയുന്ന ഏതാ? ഒള്ളി ഹിന്ദിയാണ് അല്ലെ? 30 പേരെന്ന് പറഞ്ഞ ഏതാണ്? ഒള്ളി ഹിന്ദിയാണ്. ശ്രദ്ധിച്ചേടെ, നമുക്ക് ഇവിടെ ഒള്ളി ഹിന്ദി ആണോ വേണ്ടേ? അല്ല. ഹൗ മെനി ചിൽഡ്രൻ ക്യാൻ സ്പീക്ക് ഹിന്ദി? ഹിന്ദി സംസാരിക്കുന്ന ആളുകളാ. അപ്പൊ ഓൾറെഡി 30 പേര് ഏതിനകത്തുണ്ട്? ഹിന്ദി മാത്രം പറയുന്നത്. പിന്നെ പ്ലസ് ഒരു 12 പേരുടെ കേസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലേ? ഈ 12 പേരുടെ കേസ് എന്ന് പറയുന്നത് ഹിന്ദി സംസാരിക്കുന്നവരോട് അല്ലേ? ഇംഗ്ലീഷും ഹിന്ദിയും അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ എന്തുമാകും? ഹിന്ദിയും കൂടെ ഉണ്ടല്ലേ? അപ്പൊ എത്ര പേരാടെ ഉള്ളത്? 42 പേരാണുള്ളത്. ഓക്കെ ആണല്ലോ? ഇവിടെ ശ്രദ്ധിച്ചേക്കണം, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 20% ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, ആൻഡ് റെസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഒള്ളി ഹിന്ദി. അപ്പോ ഇത്രയും പേര് മാറിക്കഴിഞ്ഞപ്പോ ആദ്യമേ 30% മാറ്റി, പിന്നെ എത്രയാണ്? 12%. അല്ലാതെ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ 18 പേരെ മാറ്റി പിന്നെ 48 പേരുടെ 12% എന്നല്ല, ടോട്ടലിന്റെ കേസിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ടോട്ടലിന്റെ കേസിൽ തന്നെയാണ് നമ്മൾ ഇത് പറയുന്നത്. ആ ഒരു കാര്യം എന്തായാലും എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചേക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം.
നമ്മള് എന്താണ് ഇത് വലിയ ടഫ് ആണല്ലോ എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. ഇനി അതേപോലെ തന്നെ നോക്കിയേ, എ പ്രൈസ് ഓഫ് ആൻ ഐറ്റം ഈസ് ഫസ്റ്റ് ഇൻക്രീസ് 10%, ദെൻ ഡിക്രീസ്ഡ് 10%. എടേ ഇപ്പൊ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് 100 എടുക്കാം. 100 രൂപയുടെ എന്തായി, ആദ്യമേ 10% ഇൻക്രീസ് ചെയ്തു. 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 110 രൂപയായി. ഈ 110 രൂപയുടെ എത്ര ശതമാനമാ? 11%. അതായത് ഇതെന്താണ്, ഇൻറ്റു 10/100. അപ്പോ ഇവിടെ എത്ര കൂടുന്നത്? 10 കൂടി. 10 കൂടിയപ്പോ ഇതായി. ഇനി നോക്കി 11, ഇതിന്റെ എത്ര ശതമാനമാണ് ഇപ്പൊ? 10% കുറഞ്ഞു. ഏതാ? ഈ 110ന്റെ 10% കുറഞ്ഞു. 10% കുറവെന്ന് പറഞ്ഞാൽ 90/100 ആണ് കേട്ടോ. 90. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇത് തൊട്ട് മുമ്പ് ചെയ്തപ്പോ 60% മാറി നമ്മൾ 40 എടുത്തില്ലേ, അതേപോലെ. അപ്പൊ ഇത് വെട്ടിയപ്പോ ഇത് എത്രയായി? 99. നോക്കിയേ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? 100 എന്ന് പറഞ്ഞത് എന്തായിട്ട് മാറി? 99 മാറിയല്ലേ? അതായത് 1% 1 കുറഞ്ഞു. അപ്പൊ 1% എപ്പോഴും എന്തായിരിക്കും? ഡിക്രീസ്ഡ് ആണ്. 1% ഡിക്രീസ്ഡ്. നോക്കിയേ, 100 രൂപയുടെ സാധനം ആദ്യം 110 രൂപയാക്കി. അതിന്റെ 10%, ഈ 110ന്റെ 10% കുറഞ്ഞു കഴിയുമ്പോ 110ന്റെ എത്ര ശതമാനം? 90% ആണല്ലേ? ഈ 90% 99. അപ്പൊ 100 രൂപയായിരുന്ന സാധനം ഇപ്പൊ എത്രയായി? 99 രൂപ. അതായത് 1 രൂപ നഷ്ടമല്ലേ? അത് ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ ഇത്ര ശതമാനം കൂടി അതിൽ നിന്ന് ഇത്ര ശതമാനം കുറഞ്ഞു എന്നുള്ള കേസ് ആണെങ്കിൽ അതൊന്ന് ഓർത്ത് വെക്കണം. ഇങ്ങനെ നമ്മള് ഇതെന്ത് ചെയ്താൽ മതി? ഇത് ബേസിക്കലി ഈ ഒരു രീതിയിൽ തന്നെ എഴുതി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന് നമ്മളൊരു ഇക്വേഷൻ ഒക്കെ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഒരു ഇക്വേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. X% ഇൻക്രീസ് ചെയ്തു, ദെൻ X% എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറയുന്നത് X²/100 ആയിരിക്കും. എത്രയായിരിക്കും? X²/100. അപ്പൊ ഇതെന്താണ്? ഡിക്രീസ് ആണ് കേട്ടോ. X²/100 എന്താണ്? ഡിക്രീസ് ആണ്. ഓക്കെ ആണല്ലോ? ഡിക്രീസ്. അപ്പൊ അത്രയും ശതമാനം എന്നാണ് പറയുന്നത് കേട്ടോ. അത്രയും ശതമാനം ഡിക്രീസ് ആയിരിക്കും. അത് എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് 1% കൂടുതലാണ് എന്നൊക്കെ നമ്മൾക്ക് ചിന്തിക്കാം. പക്ഷെ ഒരിക്കലും അല്ല. 100 110 ആയിട്ട് 110ന്റെ 10% കുറയാന്ന് വെച്ചാൽ 110ന്റെ 90% വരുന്നത്. 99. അപ്പൊ 100 99 ആയിരിക്കുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബേസിക് ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച കാര്യം. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കണക്കാണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ചിന്തിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.